ഒരല്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സ്കൂൾ ബസ് വന്നത്. ആ സമയത്താണ് ഈ മക്കൾ വന്നിരുന്നെങ്കിൽ അവസ്ഥയെന്ന് ആലോചിച്ചൊക്കെ. മെയിൻ്റനൻസ് കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അകത്തുള്ള കമ്പി ഉൾപ്പെടെ തുരുമ്പിച്ച വെളിയിൽ കാണുന്ന അവസ്ഥയാണ്. നോക്കാന്ന് പറയണതല്ലാതെ ആരും വന്നിട്ടില്ല. പക്ഷെ ഈ മേയർ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഈ മേയർ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളെ കാണാൻ ഇവിടെ വരുന്നത്. അപ്പം 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം തന്നെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിക്കാൻ തീരുമാനിച്ചു. ആ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാരെ കണ്ട് അവരോട് ഈ നടപടി പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത കൗൺസിൽ യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കത്ത് നൽകും. നമസ്കാരം. ഇക്കഴിഞ്ഞ മെയ് 19-ാം തീയതി നമ്മളൊരു വാർത്ത പുറത്ത് വിട്ടിരുന്നു. അതായത് തിരുവനന്തപുരം ജില്ലയിലുള്ള വിഴിഞ്ഞം വാർഡിലെ മതിപ്പുറത്ത് 2019-ലാണ് രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം 300-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും അതുകൂടാതെ ഗുണഭോക്താവിൻ്റെയും ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫ്ലാറ്റ് കെട്ടുന്നത്. എന്നാൽ ഈ ഫ്ലാറ്റ് 4 വർഷം പിന്നിടുന്ന വേളയിൽ അപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന സാഹചര്യം. ഒരു തരി സിമൻറ്റ് പോലും ചേർക്കാതെയാണോ ഈ കെട്ടിടം കെട്ടിയിരിക്കുന്നത് എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ നമ്മൾ അന്ന് പങ്കുവച്ചിരുന്നു. ഇവിടെ 90-ലധികം കോടി ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അന്ന് ഈ ഫ്ലാറ്റും പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ആദ്യം നമുക്ക് ആ ഫയൽ ദൃശ്യം കണ്ട് തിരിച്ചു വരാം. ഒരല്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സ്കൂൾ ബസ് വന്നത്. ആ സമയത്താണ് ഈ മക്കൾ വന്നിരുന്നെങ്കിൽ അവസ്ഥയെന്ന് ആലോചിച്ചൊക്കെ. ഈ കമ്പി ഫുള്ള് ഇവിടെ മുതൽ അതുവരെയുള്ള കമ്പി ഫുള്ള് ഇടിഞ്ഞ് ജസ്റ്റ് ഒരു ചെറിയ കാറ്റോ ഒന്നുമില്ല, നോർമലായിരിക്കുന്ന സമയത്താണ് അത് ഇടിഞ്ഞ് വീണത്. അത് ഫുള്ള് ഈ കമ്പി തൂങ്ങി കിടന്നിട്ട് ഞങ്ങൾ വെട്ടുകത്തി വെച്ച് മുറിച്ചാണ് മാറ്റിയത്. ഇത് ഫുള്ളും എല്ലാം ഈ ഒരു കാറ്റോ മഴയോ വരുമ്പോൾ നമുക്കിതിനകത്ത് പേടിയാണ്. ഇവിടെ ഫുള്ള് കാണുന്നില്ല. ഇതെല്ലാം ഇതുപോലെ ഈ 4-5 വയസ്സിനകത്തുള്ള കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. മനസ്സിലായില്ലേ? ഞങ്ങൾ അത്രയ്ക്കും പേടിച്ചാണ് കിടക്കുന്നത്. ഞങ്ങൾ ഓരോ ആൾക്കാർ വരുമ്പോൾ പരാതി പറയും, നോക്കാമെന്ന് പറയണതല്ലാതെ ആരും വന്നിട്ടില്ല. പക്ഷെ ഈ മേയർ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഈ മേയർ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളെ കാണാൻ ഇവിടെ വരുന്നത്. പരിഹരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഈ മേയർ കണ്ടപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കാരണം സാർ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളെ ഈ അവസ്ഥയിൽ ഞങ്ങളെ കാണാൻ വരുന്നത്. കയറി ഉടനെ ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ വീടിനകമൊക്കെ ഉണ്ട്, ഇതേണ്ട പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. ഈ ഫ്ലാറ്റ് എപ്പോഴും മുതലാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു? ഇത് നമ്മുടെ 2010-2015 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഹാർബർ കോർപ്പറേഷൻ വാർഡാക്കി മാറ്റുന്നത്. ആ സമയത്തുണ്ടായിരുന്ന കൗൺസിലർ KH സുധീർ ഖാനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നതും ഇവിടെയുള്ള ആൾക്കാരോട് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന വീടുകളല്ല ഇവിടെ ഉള്ളതൊന്നും. എല്ലാവരും പുറത്തൊക്കെയാണ് ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടുകൾ കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ സമ്മതിച്ചതാണ്. അപ്പോൾ അന്ന് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കുറവാണെങ്കിലും ഈ പ്രോജക്റ്റ് പ്രകാരം പറഞ്ഞ പദ്ധതികൾ വേറെയാണ്. എന്നാൽ ഇവിടെ കമ്മ്യൂണിറ്റി സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹാള്, അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മീൻ ലേലത്തിൽ വിൽക്കാനുള്ള സ്ഥലം, ഉണക്കി സൂക്ഷിക്കാനുള്ള സ്ഥലം, ലൈബ്രറി, വയോജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രം, ഇങ്ങനെയൊക്കെ കുറേ, അതുപോലെ വീടുകൾക്ക് ചുറ്റും ഗാർഡൻ, പാർക്കിംഗ് ഏരിയ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ 1032 വീടുകളുടെ പ്രോജക്റ്റായിരുന്നു. ഒരു കാർഡിൽ റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. ഒരു വീട്ടിൽ എത്ര കുടുംബങ്ങളാണോ ഉള്ളത് ആ കുടുംബത്തിന് ഒരു വീട്. 320 സ്ക്വയർ ഫീറ്റാണ് ഒരു വീടിന് പറയുന്നത്. അപ്പം ഈ വീട് താക്കോൽ ദാനം കഴിഞ്ഞ് 5 വർഷത്തെ മെയിൻ്റനൻസ് വാറണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 5 വർഷത്തിനകത്ത് തന്നെ തകർന്ന വീടുകളുണ്ട്. എന്നാൽ ചുമരിലെ പെയിൻറ്റുകൾ ഇളകാനും അതുപോലെ ജനലിലെ കമ്പികൾ തുരുമ്പിക്കാനും വാതിലുകൾ പൊട്ടിപ്പോവാനൊക്കെ തുടങ്ങി. പിന്നെ കോൺക്രീറ്റ് പാളികൾ ഇങ്ങനെ ഇളകാൻ തുടങ്ങി. ഈ മഴ വരുന്ന നമ്മുടെ ഷെയ്ഡിൻ്റെ മുകളിലാണ് സാധാരണ നമ്മൾ എയർ ഹോൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഷെയ്ഡിൻ്റെ താഴെയാണ്. അപ്പം വെള്ളം ഫുള്ള് വീടിനകത്തോട്ട് കയറുമായിരുന്നു. അപ്പോൾ ആൾക്കാർ എയർ ഹോളൊക്കെ ഈ തെർമോകോൾ പീസുകളും അതുപോലെ തുണികളൊക്കെ ഉപയോഗിച്ച് കെട്ടിവെച്ചു. അതിനുശേഷം ഈ വീടുകൾ എനിക്ക് തോന്നുന്നു വീട് താക്കോൽ ദാനം കഴിഞ്ഞൊരു 3 വർഷം
വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പണികൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം മെയിൻ്റനൻസ് കുറേയൊക്കെ പൂശുന്നതാണെങ്കിൽ അങ്ങനെ തറകൾ വരെ ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ട് വെള്ളം ലീക്കാവുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ 3 വർഷത്തിനകത്ത് തന്നെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഓരോ തവണയും ഇതുപോലെ ആൾക്കാർ കൂട്ടം കൂടി പരാതികൾ കൊടുക്കും. തീരുമാനം ഇങ്ങനെ ഇതുപോലെ നോക്കാനായിട്ട് കുറച്ച് ആൾക്കാർ വരും. പിന്നെ അതിന് ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ നീണ്ടു വരാൻ തുടങ്ങി. ഇപ്പം ഈ ഇലക്ഷന് തൊട്ട് മുന്നെയാണ് ഈ കോൺക്രീറ്റ് പാളി വീണിട്ട് ഒരാളുടെ തല പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ടു. അതിനുശേഷം അവരുടെ ഇടത് കണ്ണിന് പ്രശ്നമുണ്ട് ഇപ്പോഴും. അതാണ് നമ്മൾ ആ വീട്ടിൽ പോയി കണ്ട സ്ത്രീ. ആ സമയത്ത് അത് വാർത്തയൊക്കെ ആയി. ഇപ്പം നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്നത് മെയിൻ്റനൻസ് കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അകത്തുള്ള കമ്പി ഉൾപ്പെടെ തുരുമ്പിച്ച വെളിയിൽ കാണുന്ന അവസ്ഥയാണ്. അപ്പം ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് ഇതിപ്പം ഒരു 10-60 വർഷം പഴക്കമുള്ള വീടാണ്. ഇത് സ്വന്തമായിട്ട് അവർ കെട്ടിയ വീടാണ്. അതും കടൽ തീരത്താണ് ഇരിക്കുന്നത്. പക്ഷെ ഇന്നു വരെയും അതിനൊരു പ്രശ്നവുമില്ല. പക്ഷെ ഈ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് പാവപ്പെട്ടവർക്ക് കെട്ടിക്കൊടുത്തു എന്ന് പറയുന്ന ഈ വീട് ഈ ഒരു 3 വർഷം 4 വർഷത്തിനുള്ളിൽ തകർന്നു പോവുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ എന്താണെന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതായിട്ട്. ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട് ഏകദേശം? മൊത്തം ഈ ഭാഗത്ത് നമ്മുടെ ഈ മൈലാഞ്ചിക്കല്ല് താഴെ വീട്ടുവിളാകം ഈ ഭാഗത്ത് തന്നെ 400ഓളം കുടുംബങ്ങളുണ്ട്. ആ 400ഓളം കുടുംബങ്ങൾക്ക് അതെ 2 ഫ്ലാറ്റുകളായിട്ട് ആ 400ഓളം കുടുംബങ്ങളിൽ തന്നെ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പം കുട്ടികൾക്ക് ഇറങ്ങി നിന്ന് കളിക്കാനുള്ള സൗകര്യമൊന്നും നമ്മൾ കണ്ടതാണ്. ആ വീടുകൾക്ക് ചുറ്റുമില്ല. എന്നാലും ആ വഴിയിലൂടെ കുട്ടികൾ കളിക്കുമ്പോഴും പലതവണ ഇതിങ്ങനെ ഇടിഞ്ഞു വീഴാറുണ്ട്. അപ്പം ആൾക്കാരെല്ലാവരും മരണഭീതിയിലാണ് ജീവിക്കുന്നത്. രാവിലെ ഉറങ്ങി എണീക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഭയമുണ്ട് ആൾക്കാർക്കൊക്കെ. ഇതിന് എന്തായാലും ഒരു പോംവഴി വേണം എന്നുള്ള രീതിയിൽ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മേയറെ കണ്ടു. മേയർക്ക് ഇങ്ങനെ പരാതി കൊടുത്തു. അപ്പോൾ മേയറിൻ്റെ ഇടപെടൽ കാരണം മേയർ വാർഡിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പരാതിയായിട്ട് മേയറിൻ്റെ അടുത്തേക്ക് ചെന്നു. നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് മേയർക്ക് തന്നെ ഒരു ധാരണ കിട്ടിയതിന് പ്രകാരമാണ് മേയർ ഇന്ന് നമ്മളെ കാണാനായിട്ട് വന്നത്. കണ്ടു. ഏകദേശം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിന് ഉള്ള നടപടി എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഫ്ളാറ്റുകളിൽ 300-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഈ ഫ്ളാറ്റ് നിർമ്മാണം കഴിഞ്ഞ് താമസം തുടങ്ങി 4 വർഷം പിന്നിടുന്ന വേളയിലാണ് വാർപ്പെല്ലാം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം. അതുകൂടാതെ വാർപ്പിൻ്റെ കമ്പികളെല്ലാം തന്നെ തുരുമ്പ് പിടിച്ചിരിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായത്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു സ്ത്രീയുടെ തലയിൽ വാർപ്പ് വീണ് തല പൊട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളത് അടക്കമുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളും മനുഷ്യരല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇവരെല്ലാവരും തന്നെ ഒരു മഴയെയോ അല്ലെങ്കിൽ ഒരു കാറ്റിനെയോ പേടിച്ചാണ് മരണഭീതിയിലാണ് ഈ ഫ്ളാറ്റിൽ കഴിയുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ എന്തായാലും വലിയ രീതിയിലുള്ള അഴിമതി നടന്നിരിക്കുന്നു എന്ന് നമ്മളും അന്ന് ആരോപിച്ചിരുന്നു. മേയറും കൃത്യമായി പറഞ്ഞിരുന്നു. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നടത്തണം എന്ന് മേയറും അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയും അല്ലെങ്കിൽ ആ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിന് തയ്യാറാവുകയാണ് തിരുവനന്തപുരം നഗരസഭയും നഗര പിതാവും. അതായത് മേയർ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ചിരിക്കുകയാണ് നഗരസഭാ മേയർ VV രാജേഷ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാ ബുധനാഴ്ചയും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കോർപ്പറേഷൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സാധാരണ ചെയ്യാറുണ്ട്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും മറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരും ഒക്കെ ചേരുന്നൊരു യോഗമാണത്. അതിലാണ് ഒരാഴ്ചത്തെ പ്രവർത്തനവും അടുത്ത ആഴ്ചത്തെ പ്രവർത്തനവും, ഒരാഴ്ചത്തെ പ്രവർത്തനം വിലയിരുത്തുകയും അടുത്ത ആഴ്ചത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തത്. ബുധനാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചുള്ള സത്യപ്രതിജ്ഞയും ഒക്കെ ആയതുകൊണ്ട് ഇന്നലെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ട് അവസാന സമയത്ത് പങ്കെടുക്കേണ്ടി വന്നത്. നമുക്കറിയാം,
കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വിഴിഞ്ഞം സോണിലെ ഹാർബർ വാർഡിൽ നിന്ന് കുറേ വനിതകൾ ഉൾപ്പെടുന്നവർ കോർപ്പറേഷനിൽ വന്നിട്ട് അവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജന പദ്ധതിയിൽ പെടുത്തി നിർമ്മിച്ചു കൊടുത്ത ഫ്ലാറ്റ് 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീണതായിട്ടുള്ള പരാതി പറഞ്ഞിരുന്നു. അപ്പം നേരത്തെയും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ഈ വിഷയം. ഒരു കോൺക്രീറ്റ് പീസ് പൊളിഞ്ഞു വീണിട്ട് ഒരു വനിതയുടെ, ഒരു വീട്ടമ്മയുടെ തലയിൽ പൊട്ടലുണ്ടായി, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ചികിത്സ തേടിയിട്ടുണ്ട്. ഇത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഞാൻ മേയറാവുന്നതിന് മുമ്പ് ഈ കാര്യം അറിഞ്ഞിരുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളവിടെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം ഹാർബർ വാർഡിൽ നിന്നും ഈ ഫ്ലാറ്റിൽ ജീവിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് മഴ കൂടിയാകുമ്പോഴേക്കും വളരെ ദുരന്തമാണ്, അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് നിരവധി കംപ്ലൈൻറ്റുകൾ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എഞ്ചിനീയറിംഗ് സെക്ഷനുമായിട്ട് സംസാരിക്കുകയും ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പം 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം തന്നെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായി ഈ വിഷയം ചർച്ച ചെയ്തു. മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പൊന്നറ സ്കൂൾ നിർമ്മിച്ചതിൽ ഇത്തരത്തിൽ ചില പോരായ്മകളുണ്ട്. അത് റെക്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊരു സ്റ്റഡി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിഴിഞ്ഞം സോണലിലെ ഹാർബർ വാർഡിൽ മൈലാഞ്ചിക്കല്ല്, മതിപ്പുറം, കട്ടച്ചാൽ, വലിയ പറമ്പ്, താഴെ വീട്ടുവിളാകം, ഈ പ്രദേശങ്ങളിലാണ് ഈ ഫ്ലാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഏതൊക്കെ ഫ്ലാറ്റിനാണ് പോരായ്മയുള്ളത്, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നും എന്തുകൊണ്ടാണ് ഈ നിർമ്മാണത്തിൽ അപാകതകൾ എന്തുണ്ടെങ്കിൽ അക്കാര്യങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് കത്ത് കൊടുക്കുവാൻ വേണ്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ച ഒരു കാര്യം. ഇനി ഇത് അവിടെ മേയർ അവിടെ സന്ദർശിച്ചതിൻ്റെ അതിന് ശേഷം എന്ത് നടപടിയാണെന്ന് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ നടപടി അവിടെ പോയി ആ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാരെ കണ്ട് അവരോട് ഈ നടപടി പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത കൗൺസിൽ യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കത്ത് കൊടുക്കും. അടുത്ത കൗൺസിൽ യോഗത്തിൽ ഈ കാര്യം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനം കൗൺസിൽ യോഗത്തിൽ അറിയിക്കും. ഇക്കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ഇന്ന് പറയുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യം. നമ്മളെന്ന ഫ്ലാറ്റിൻ്റെ ദൃശ്യം പകർത്തിയപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ തൊടുമ്പോൾ തന്നെ ഈ ഒരു ചുമര് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജനൽ കമ്പികളെല്ലാം തന്നെ തുരുമ്പ് പിടിച്ച സാഹചര്യം. അതുകൂടാതെ വാർപ്പിൻ്റെ കമ്പിയടക്കം വെറും 4 വർഷമാണ് ഈ ഒരു ഫ്ലാറ്റ് നിർമ്മാണം പൂർത്തിയായിട്ട്. അവർ താമസം തുടങ്ങിയിട്ടും 4 വർഷം പിന്നിടുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഏറെ ശോചനീയമായ സാഹചര്യം ഉണ്ടാകുന്നതും ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ മരണഭീതിയിൽ കഴിയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായതും. നിലവിലിപ്പോൾ മേയർ VV രാജേഷ് ഈ ഒരു നിർമ്മാണത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടി സ്വീകരിച്ചു വരികയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമാവുകയാണ് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.